മോന്റെ പേര് പറഞ്ഞ ആദ്യം. റോണക്ക്, ഷിഫിൻ റോണക്ക്. ഷിഫിൻ റോണക്ക്, കിടിലം പേരാണല്ലോ. ഏതാണ് ജില്ല, ഏതാണ് സ്ഥലം പറഞ്ഞേ? ഞാൻ മലപ്പുറം ജില്ലയിലെ ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒഴുകൂരിൽ നിന്ന് വരുന്നു. വേറെ ഏതെങ്കിലും ഐറ്റം ഉണ്ടായിരുന്നോ? മോണാക്ട് മാത്രമാണോ അതോ? മോണാക്ട് മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. റെഡിയാണോ? ശരി. അടിപൊളി ടീച്ചറെ, അടിപൊളി. ഛർദിയുടെ അവസാന മണിക്കൂറുകളിൽ ചൂടുവെള്ള സഞ്ചി അടിവയറ്റി വയ്ക്കുമ്പോ 1000 തേളുകള് നിർത്താതെ നിർത്തി വയ്ക്കുന്ന വേദനയാ ടീച്ചറെ, വേദനയാ. ലോല ലോല ലോല. എന്തുട്ടാ വേണ്ട മോളെ? ഡോക്ടറുടെ കുറിപ്പുണ്ടോ? ഇല്ല ചേട്ടാ, ഒരു സാനിറ്ററി നാപ്കിൻ. ഓ ഓ ഓ ഓ അത് ആൾക്ക് രക്തം പറ്റാനുള്ളതല്ലേ? കൂടിയ തന്നെ ആയിക്കോട്ടെ. വേണ്ട ചേട്ടാ, പൊതിയണ്ട. പൊതിയാതെ പിന്നെ ആൾക്കാർ കാണൂലേ? ഒളിപ്പിച്ച് കടത്താൻ ഇത് കഞ്ചാവ് മയക്കുമരുന്നൊന്നുമല്ലല്ലോ. പാറിപ്പറക്കുന്ന ഈ മുടിയകൾ പോലെ കണ്ണിൽ നിന്ന് വീഴാ താങ്ങി നിർത്തുന്ന ഈ കണ്ണുനീർ പോലെ ഇതും ഞങ്ങളുടെ ഐഡന്റിറ്റിയാ ചേട്ടാ. നമസ്കാരം. പ്രധാന വാർത്തകൾ. പേരൂർക്കടയിലെ മാലമോഷണ കേസിൽ ബിന്ദു നിരപരാധി. ഞാൻ കട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കേട്ടില്ല. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോ കക്കൂസ് വെള്ളം കുടിക്കാൻ പറഞ്ഞില്ലേ മാനെ? ഇത് ഈ പെണ്ണിന്റെ പ്രതിരോധത്തിന്റെ വിജയ. ഓ, പ്രതിരോധം. യു മീൻ ഡിഫൻസ്? അല്ലേലും ഈ പെണ്ണുങ്ങള് എന്ത് പ്രതിരോധിക്കാനാ? പ്രതിരോധവും അധികാരവും അത് ഞങ്ങൾ ആണുങ്ങൾക്കുള്ളതാണ്. അടിപൊളി. ഒരു കൈയ്യടി കൊടുക്കാം. വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയം, അതും വനിതകൾക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടി മിടുക്കനായ ഒരു പയ്യൻ അല്ലെ, മിടുക്കനായ അനിയൻ പയ്യൻ മനോഹരമായിട്ടൊരു വിഷയം അവതരിപ്പിച്ചിരിക്കുകയാണ്. ഗംഭീരമായിട്ടുള്ള ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യണം. തീർച്ചയായിട്ടും. ആദ്യത്തെ ഛർദി കണ്ടപ്പോ ഞാൻ ശരിക്കും എന്റെ നേർക്ക് ഛർദിക്കാൻ പോകാന്ന് വെച്ചു. സത്യമായിട്ടും. ഇത് ആരാണോ ഈ സബ്ജക്ട് പഠിപ്പിച്ചതും എഴുതിയതും ഒക്കെ ആരാ? ശരത് പ്രകാശ് വളാഞ്ചേരിയിൽ നിന്ന് അദ്ദേഹമാണ് പഠിപ്പിച്ചത് അല്ലേ? അപ്പൊ ആ ശരത് പ്രകാശ് ചേട്ടൻ ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ മുഴുവൻ TCV പ്രേക്ഷകരുടെ ഒരു താങ്ക്സ്, അഭിനന്ദനങ്ങൾ. വളരെ മനോഹരമായിട്ട് ശിഷ്യൻ പെർഫോം ചെയ്തിട്ടുണ്ട്. റിസൾട്ട് വന്നു. എ ഗ്രേഡ് ഉണ്ട്. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും സന്തോഷം മോനെ, അടിപൊളിയാവട്ടെ. തീർച്ചയായിട്ടും. ഇനി വേറെ മത്സരങ്ങളിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലെ, ഇനിയിപ്പം ഇവിടുന്ന് മലപ്പുറത്ത് പോവോ? അപ്പൊ തന്നെ തൃശ്ശൂർ പോവോ? പോവുള്ളൂ. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്.